Hi, hello, my dear students. നമ്മുടെ ചാപ്റ്റർ 3 മൂവ്മെൻറ്റ്സ് ഓഫ് ദി എർത്ത് റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ പാർട്ട് 5 ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യാൻ ടീച്ചർ വിചാരിച്ചതാണ്. പക്ഷേ നമുക്കറിയാം ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനിലേക്ക് വന്നപ്പോൾ നമ്മുടെ ടൈം ഓവറായിപ്പോയി. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും ഒരു ചെറിയ ക്ലാസ് കൂടി എടുക്കുകയാണ്. നിങ്ങളെ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ അത് പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ ടീച്ചറിൻ്റെ മോട്ടീവ്. ഓക്കെ, അപ്പോൾ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനാണ് നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൽ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കയറാം. ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ. വാട്ട് ഈസ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ? അപ്പോൾ നമുക്ക് ആദ്യം നമുക്കൊരു ഡയഗ്രം കാണാം. ഈ ഡയഗ്രം നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തിയ ഒരു ഡയഗ്രമാണ്. ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ പ്രൈം മെറിഡിയൻ ഈ ലൈനിൽ നിങ്ങൾക്ക് ഈ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം. ഡോട്ടഡ് ലൈൻസ് ആണ് പ്രൈം മെറിഡിയൻ. വിച്ച് ഈസ് പ്രൈം മെറിഡിയൻ? ഇറ്റ് ഈസ് ഗ്രീനിഷ് മെറിഡിയൻ 0 degree. All the time in all countries are calculated on the basis of prime line. So what is international date line? Prime line il ninnum east west. Prime line inde right side aanu east, left side aanu west. Prime line aanu prime meridian aanu east west ennulla ആ ഒരു ഡിവിഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈസ്റ്റിലേക്ക് നിങ്ങൾ നോക്കിയേ, റൈറ്റിലേക്ക് നോക്കിയേ, 30 degree ഈസ്റ്റ്, 60 degree ഈസ്റ്റ്, 90 degree ഈസ്റ്റ്, 120 degree ഈസ്റ്റ്, 150 degree ഈസ്റ്റ് ആൻഡ് 180 degree. ഓക്കെ, 180 ഡിഗ്രിയിൽ ഈസ്റ്റ് എന്ന് എഴുതിയിട്ടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ ലെഫ്റ്റ് 30 degree വെസ്റ്റ്, 60 degree വെസ്റ്റ്, 90 degree വെസ്റ്റ്, 120 degree വെസ്റ്റ്, 150 degree വെസ്റ്റ് ആൻഡ് 180. So as we travel from prime meridian to the east and travel from prime meridian to west, we reach the same point, that is 180 degree longitude. This 180 degree longitude is called international date line. Okay, internationally നമ്മളൊരു എല്ലാ രാജ്യങ്ങളോടെയുള്ള ഒരു എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് പ്രൈം മെറിഡിയൻ്റെ ഓപ്പോസിറ്റുള്ള 180 degree ലോഞ്ചിറ്റ്യൂഡിനെ നമ്മൾ എന്ത് പേര് കൊടുക്കുന്നു? ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ. ഓക്കെ, വാട്ട് ഈസ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ? 180 degree longitude is called international date line. The longitude 180 degree east and 180 degree west in the same longitude. 180 degree ഈസ്റ്റിലേക്ക് പോയാലും 180 degree ലെഫ്റ്റിലേക്ക് പോയാലും വെസ്റ്റിലേക്ക് പോയാലും സെയിം ലോഞ്ചിറ്റ്യൂഡാണ്, സെയിം ലോഞ്ചിറ്റ്യൂഡ്. ദാറ്റ് ഈസ് കോൾഡ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ. There is a time difference of 24 hours on either side of 180 degree longitude. 180 degree longitude adinte either side, left side and right side, it is a time difference of 24 hours. ഈ 180 degree longitude international date line അതൊരു വണ്ടർഫുൾ ലൈനാണ്, അതൊരു ഭയങ്കര ലൈനാണ്. ആ ലൈനിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്ന ഒരാൾ, അതായത് ഒരു റൈറ്റ് സൈഡിൽ ഈസ്റ്റ് സൈഡിൽ നിൽക്കുന്നയാൾ വെസ്റ്റിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് 24 hours വ്യത്യാസം വരുന്നു. അതായത് ആ ലൈനിൻ്റെ രണ്ട് സൈഡിലും 2 ദിവസമായിരിക്കും അല്ലേ. ഒരിടത്ത് ഞായറാണെങ്കിൽ മറ്റേ സൈഡിൽ ശനിയായിരിക്കും. സോ 2 ദിവസമായിരിക്കും. കാരണം എന്താണ്? ഒരു ദിവസത്തിൻ്റെ വ്യത്യാസമാണ്. 1 day difference, 24 hours difference. The person traveling towards the east loses a day while crossing the longitude, and a person traveling towards the west gains a day. ഒരു വ്യക്തി while crossing the this 180 degree longitude or international date line towards the east, ഈസ്റ്റിലേക്ക് പോകുമ്പോൾ what happen? The person towards the east loses a day, but a person traveling towards the west he gains a day. അതിൻ്റെ കാരണം എന്താണ്? ഈസ്റ്റ് എപ്പോഴും ടൈമിൽ മുന്നിലായിരിക്കും, വെസ്റ്റ് എപ്പോഴും ടൈമിൽ ബാക്കിലായിരിക്കും അല്ലേ. അതിൻ്റെ കാരണം എന്താണ്? ദ എർത്ത് റൊട്ടേറ്റ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. സോ ട്രാവലേഴ്സ് ഹു മൂവ് വെസ്റ്റ്വാർഡ് ക്രോസിംഗ് ദിസ് ലൈൻ ആഡ് എ ഡേ, ആൻഡ് ട്രാവലേഴ്സ് ഹു മൂവ് ടുവേർഡ്സ് ദ ഈസ്റ്റ് കാൽക്കുലേറ്റ് ടൈം ബൈ ഡിഡക്റ്റിംഗ് എ ഡേ. അപ്പോൾ വെസ്റ്റിലേക്ക് പോകുന്ന ആളുകൾ, ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് പോകുന്ന ആളുകൾ അവരുടെ വാച്ചിലോ ക്ലോക്കിലോ ഒരു ഡേ ആഡ് ചെയ്യുക. വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലേക്ക് പോകുന്നയാൾ അവരുടെ വാച്ചിൽ, അവരുടെ ക്ലോക്കിൽ ഒരു ഡേ ഡിഡക്റ്റ് ചെയ്യുക. അപ്പോൾ വെസ്റ്റിലേക്ക് കയറുന്ന ആൾക്ക് 1 day കൂടി കിട്ടും.
ദേ ഗെയിൻ 1 day. ഈസ്റ്റിലേക്ക് പോകുന്ന ആളോ ദേ ലോസസ് 1 day. അത് ഓർത്തോണേ, ഞാൻ അതൊന്നുകൂടി പറയാം. നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, ഈ 1 day ലോസ് ആകുന്നത് എങ്ങനെയാണെന്ന് ഈ ഒരു ഡയഗ്രത്തിലേക്ക് നോക്കുക. ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനിലേക്ക് നമ്മൾ പോവുക. അപ്പോൾ നമ്മൾ ഈ ലൈൻ വരച്ചിരിക്കുന്നത് ഫ്ലാറ്റായിട്ടാണ്. നോക്കുക, നിങ്ങൾ നടുക്ക് കാണുന്ന ലൈനാണ് ഗ്രീനിച്ച് 0 ഡിഗ്രി. ഈ 0 ഡിഗ്രിയെ ബേസ് ചെയ്തുകൊണ്ടാണല്ലോ നമ്മൾ ഈസ്റ്റ് ആണെങ്കിലും വെസ്റ്റ് ആണെങ്കിലും ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡിസംബർ 25 6 PM, ദാറ്റ് ഈസ് ദ ടൈം ഓഫ് ഗ്രീനിച്ച് മെറിഡിയൻ. 6 PM December 25. What will be the time in 180 degree east? 180 degree east means international date line. 0 ഡിഗ്രിയും 180 ഡിഗ്രിയും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 0 എന്നാ ഡിഡക്റ്റ് ചെയ്യാനാ? 180. 180 ലോഞ്ചിറ്റ്യൂഡുകൾ കവർ ചെയ്യാൻ എർത്ത് എടുക്കുന്ന സമയം എത്രയാണ്? 180 into 4. That means 720. How many hours? 720 divided by 60. That means 12 hours. അപ്പോൾ ഡിസംബർ 25 6 PM ഗ്രീനിച്ച് ലൈനിലാവുമ്പോൾ 180 ഡിഗ്രി ഈസ്റ്റിൽ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനിൽ 12 hours ആഡ് ചെയ്യണം. 12 hours ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സമയം എത്രയാണ്? നെക്സ്റ്റ് ഡേ ഡിസംബർ 26 6 AM. 6 PM അല്ലേ ഗ്രീനിച്ചിലെ സമയം? 6 PM അല്ലേ? അപ്പോൾ നമുക്കൊന്ന് കൂട്ടി നോക്കാം. 7 PM 8 PM 9 PM 10 PM 11 PM 12 PM. 12 PM means midnight. Then next day ഡിസംബർ 26 തുടങ്ങിയാണ് 1 AM 2 AM 3 AM 4 AM 5 AM 6 AM. ഇപ്പോൾ എത്രയായി? 12. അപ്പോൾ ഡിസംബർ 25 മിഡ് നൈറ്റ് കഴിഞ്ഞ് വീണ്ടും 6 hours കൂടി മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ എവിടെ ചെല്ലുന്നത്? 180 ഡിഗ്രി ഈസ്റ്റ്. അപ്പോൾ ഡിസംബർ 25 കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഏതാണ്? ഡിസംബർ 26. ഏത് സമയമായി? രാവിലെ 6 മണിയായി, 6 AM. എന്നാൽ നമുക്ക് ലെഫ്റ്റിലേക്ക് പോകാം, അതായത് വെസ്റ്റിലേക്ക് പോകാം. വെസ്റ്റിലേക്ക് പോയാലും നമ്മൾ എത്തിച്ചേരുന്നത് ഏത് ലൈനിൽ തന്നെയാണ്? 180 ഡിഗ്രി. അപ്പോൾ നമുക്കിവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ആ 180 ഡിഗ്രിയെ നമുക്ക് 180 ഡിഗ്രി വെസ്റ്റ് എന്ന് എഴുതാം. അപ്പം വെസ്റ്റിലേക്ക് പോകുമ്പോഴും എത്ര അവേഴ്സിൻ്റെ വ്യത്യാസം വരുന്നു? അവേഴ്സിൽ ഒരു മാറ്റവുമില്ല, 12 hours. 0 180. അപ്പോൾ 720 minutes, that means 12 hours. 12 hours December 25 6 PM. 12 hours back. We have to deduct 12 hours when we travel westward. So 12 hours deduct ചെയ്യുക. 6 PM 5 PM 4 PM 3 PM 2 PM 1 PM 12 noon. 12 noon. Then 11 AM 12 noon 11 AM correct. 11 AM 10 AM 9 AM 8 AM then 7 AM 6 AM. അപ്പോൾ ഡേ മാറിയോ? നോ, സെയിം ഡേ December 25. But time is 6 AM. 6 AM. 12 hours deduct. അപ്പോൾ നോക്കിക്കേ, ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനിൻ്റെ ഈസ്റ്റേൺ പാർട്ടിൽ ഡിസംബർ 26 6 AM ആവുമ്പോൾ വെസ്റ്റേൺ പാർട്ടിൽ ഡിസംബർ 25 6 AM. ഹൗ മെനി അവേഴ്സ് ഡിഫറൻസ്? 24 hours ഡിഫറൻസ്. അപ്പോൾ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനിൻ്റെ ഈസ്റ്റ് ഭാഗത്ത് നിൽക്കുന്നവർക്ക് ഡിസംബർ 26-ാം തീയതിയും ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനിൻ്റെ വെസ്റ്റ് ഭാഗത്ത് നിൽക്കുന്ന ആൾക്ക് ഡിസംബർ 25-ാം തീയതിയുമാണ്. ഒരു ദിവസത്തിൻ്റെ വ്യത്യാസം വന്നില്ലേ? അപ്പുറത്തെ ലൈനിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നവർക്ക് 26-ഉം ഇപ്പുറത്ത് നിൽക്കുന്നവർക്ക് 25-ഉം. ഇതാണ് നമ്മൾ ആദ്യം പഠിച്ചത്. there is a 24 hours difference between the left and right side of international date line. ഓക്കെ, 24 മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട്, ഒരു ദിവസത്തിൻ്റെ വ്യത്യാസമുണ്ട്. ഇങ്ങനെ വളരെ വണ്ടർഫുള്ളായിട്ടുള്ള ഒരു ലൈനാണ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ. ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ. ലെഫ്റ്റിലേക്ക്, അതായത് വെസ്റ്റ് ഭാഗത്തേക്ക് പോകുന്ന ആൾക്ക് ഒരു ഡേ ആഡ് ചെയ്യാം, ഈസ്റ്റ് ഭാഗത്തേക്ക് പോകുന്ന ആളെ ഒരു ഡേ ഡിഡക്റ്റ് ചെയ്യണം. അതെന്തുകൊണ്ടാണ്? അവർക്കവിടെ ഓൾറെഡി ഒരു ഡേ നഷ്ടപ്പെട്ടു പോയി അല്ലേ? ഇപ്പോൾ ഇവിടുത്തെ എക്സാമ്പിളിലാണെങ്കിൽ ഡിസംബർ 25-ാം തീയതി വെസ്റ്റ് ഭാഗത്തു നിന്ന് ഈസ്റ്റിലേക്ക് കയറുന്ന ഒരാളെ അവിടെ ഏത് ദിവസം വെക്കണം?
ഡിസംബർ 26 എന്ന് വെക്കണം. അപ്പോൾ അവർക്ക് 25 ഇല്ല, അവർ 25 ഡിഡക്റ്റ് ചെയ്യണം. ഡിസംബർ 26-ാം തീയതി ഇവിടെ വളരെ സന്തോഷമായിട്ട് നിൽക്കുന്ന ഒരാളെ വെസ്റ്റ് ഭാഗത്തേക്ക് കയറുമ്പോൾ അവരവിടെ 25-ലേക്ക് വീണ്ടും ഒരു ദിവസം കൂടി അവർക്ക് കിട്ടും. 26 ആയ ആൾക്കാർക്ക് വീണ്ടും അവരെങ്ങോട്ട് താഴും, അവർ 25-ലേക്ക് താഴും. കാരണം വെസ്റ്റ് ഭാഗത്ത് ഡിസംബർ 25. അപ്പോൾ അവർക്ക് എന്ത് കിട്ടും? ദേ ഗെയിൻ എ ഡേ. അപ്പോൾ വെസ്റ്റിലേക്ക് പോകുന്നവരെ ഒരു ദിവസം ഗെയിൻ ചെയ്യുന്നു, ഈസ്റ്റിലേക്ക് പോകുന്നവർക്ക് ഒരു ദിവസം ലോസ് ആയി പോകുന്നു. അപ്പോൾ വിമാനത്തിലൊക്കെ നമ്മൾ ഈ ഇൻ്റർനാഷണൽ ഡെയ്റ്റ് ലൈൻ ക്രോസ് ചെയ്യുമ്പോൾ അവിടെ വിമാനത്തിനുള്ളിൽ തന്നെ അനൗൺസ്മെൻറ്റ് വരും, നിങ്ങൾ ഈസ്റ്റിലേക്ക് കയറിയിരിക്കുകയാണ്, നിങ്ങളുടെ വാച്ചിൽ നിങ്ങൾ ഒരു ദിവസം ഡിഡക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ വിമാനം വെസ്റ്റിലേക്കാണ് കയറുന്നതെങ്കിൽ അവിടെ അനൗൺസ്മെൻ്റ് ഉണ്ടാകും, നമ്മൾ വെസ്റ്റേൺ രാജ്യത്തേക്ക് കയറിയിരിക്കുകയാണ്, നിങ്ങൾക്ക് ഒരു ദിവസം കൂടി നിങ്ങളുടെ വാച്ചിൽ ആഡ് ചെയ്യാവുന്നതാണ്. വി ക്യാൻ ആഡ് എ ഡേ വെൻ വി ട്രാവൽ ടു വെസ്റ്റ്വാർഡ് ആൻഡ് വി ക്യാൻ ഡിഡക്റ്റ് എ ഡേ വെൻ വി ട്രാവൽ ടു ഈസ്റ്റ്വാർഡ്. കാരണം എന്താണ്? ദ എർത്ത് റൊട്ടേറ്റ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. ദെൻ നെക്സ്റ്റ് തിങ്, ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ നിങ്ങളൊന്ന് കണ്ടേ. ഇതാണ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനിൻ്റെ കറക്റ്റ് രൂപം. ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈന് മറ്റ് ലോഞ്ചിറ്റ്യൂഡുകളെ പോലെ സ്ട്രെയിറ്റ് അല്ല. മറ്റ് ലോഞ്ചിറ്റ്യൂഡുകളെല്ലാം തന്നെ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? നോർത്ത് പോൾ ടു സൗത്ത് പോൾ, ദേ ആർ സ്ട്രെയിറ്റ് ലൈൻസ്, curved lines, straight and curved. Okay, but international date line is not a straight line. Okay, അവിടെ ഇവിടെയുമൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള വളവുകളും തിരിവുകളും ഒക്കെ ഉണ്ട്. ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ പോയിരിക്കുന്നത് പസഫിക് ഓഷ്യനിലൂടെയാണ്. പസഫിക്കിലൂടെ ഇത് വരച്ചിരിക്കുന്നത് വളഞ്ഞും തിരിഞ്ഞുമൊക്കെയാണ്. കുറച്ച് കർവ്ഡായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്. അത് മറ്റ് ലോഞ്ചിറ്റ്യൂഡുകളെ പോലെ ഒരു ലോഞ്ചിറ്റ്യൂഡ് അല്ല, അതിന് കുറച്ച് വളവുകളും തിരികളും ഒക്കെ ഉണ്ട്. അതെന്തുകൊണ്ടാണെന്ന് നമുക്കൊന്ന് പഠിക്കാം. അവർ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ ഈസ് നോട്ട് എ സ്ട്രെയിറ്റ് ലൈൻ. വൈ? ദർ ഈസ് എ ടൈം ഡിഫറൻസ് ഓഫ് 24 hours on either side of 180-degree longitude. Already we studied. To avoid the situation of two different dates in countries which international date line passes, certain adjustments are made in this line. അപ്പോൾ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരയ്ക്കാത്തതിൻ്റെ കാരണം അവിടെ വരച്ചപ്പോൾ നമ്മൾ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്തു. സർട്ടൺ അഡ്ജസ്റ്റ്മെൻറ്റ്സ്. എന്താണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള കാരണം? ടു അവോയ്ഡ് ദ സിറ്റുവേഷൻ ഓഫ് ടു ഡിഫറെൻറ്റ് ഡേറ്റ്സ് ഇൻ എ കൺട്രി ത്രൂ വിച്ച് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ പാസസ്. ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ പാസ് ചെയ്യുന്ന ഒരു പസഫിക് ഓഷനിൽ കിടക്കുന്ന ഒരു ദ്വീപുണ്ടെന്ന് വിചാരിക്കുക, ഒരു ഐലൻഡ്. ആ ഐലൻഡിൽ ജനങ്ങൾ താമസിക്കുന്നു, അവരുടെ നടുക്കൂടാണ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ പോകുന്നത്. അപ്പോൾ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ ഈ ഐലൻഡിലെ ആൾക്കാരെ 2 ദിവസമാക്കി മാറ്റും. അതിൻ്റെ റൈറ്റ് സൈഡിൽ അല്ലെങ്കിൽ ഈസ്റ്റിൽ താമസിക്കുന്നവർക്ക് ഡിസംബർ 26 ആണെങ്കിൽ ഈ ലൈനിൻ്റെ വെസ്റ്റിൽ താമസിക്കുന്ന സെയിം കൺട്രിയിലുള്ളവർക്ക് ഡിസംബർ 25 ആയിരിക്കും. 1 day ഡിഫറൻസ് വരും. അത് കൺഫ്യൂഷൻ അല്ലേ? ഇപ്പം നമ്മുടെ വീടിൻ്റെ റോഡിൻ്റെ അപ്പുറത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഡിസംബർ 25-ഉം റോഡിന് ഇപ്പുറത്ത് താമസിക്കുന്ന നമുക്ക് ഡിസംബർ 26 ആണെങ്കിൽ എങ്ങനെ നമ്മൾ കാര്യങ്ങൾ നടത്തും? ഓക്കെ, ഇറ്റ് ഈസ് വെരി കൺഫ്യൂഷൻ. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് സോ മെനി കൺഫ്യൂഷൻസ്. ടു അവോയ്ഡ് ദ കൺഫ്യൂഷൻസ് ആൻഡ് ടു അവോയ്ഡ് ദ സിറ്റുവേഷൻ ഓഫ് 2 different dates in a country, എന്ത് ചെയ്യുന്നു? ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ ആ കൺട്രിയെ ടച്ച് ചെയ്യാതെ അതിൻ്റെ പുറത്തൂടെ വരച്ചു വിടുന്നു. ഓക്കെ, അപ്പോൾ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ മാറ്റി വരയ്ക്കുന്നത് കൊണ്ട് ആ കൺട്രിയിലുള്ള ആളുകളെ ഒന്നുകിൽ അവർ ഈസ്റ്റിൽ പെടും അല്ലെങ്കിൽ അവർ വെസ്റ്റിൽ വിടും. എന്താണെങ്കിലും അവർക്ക് ഒരേ സമയം ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ടു അവോയ്ഡ് കൺഫ്യൂഷൻ, ടു അവോയ്ഡ് ദ സിറ്റുവേഷൻ ഓഫ് 2 different dates in a country, we make some adjustments in drawing international date line. So international date line is not a straight line. This line is arranged to avoid populated land areas in the Pacific Ocean. അപ്പോൾ പസഫിക് ഓഷ്യനിലെ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ലാൻഡ് ഏരിയാസ് അവോയ്ഡ് ചെയ്തുകൊണ്ടാണ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ വരച്ചിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് കർവ്ഡ് ലൈൻ, നോട്ട് എ സ്ട്രെയിറ്റ് ലൈൻ. താങ്ക് യു ചിൽഡ്രൻ. അപ്പോൾ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ കൂടി പഠിച്ചപ്പോൾ നമ്മുടെ ഈ മൂവ്മെൻറ്റ്സ് ഓഫ് എർത്ത്, റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ എന്ന നമ്മുടെ ജോഗ്രഫി ചാപ്റ്റർ വളരെ നന്നായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഉദ്ദേശിച്ചതിലും കൂടുതൽ വീഡിയോകളാണ് ഇതിനു വേണ്ടി ചെയ്തത്. കാരണം ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പഠിച്ചു. അപ്പോൾ നിങ്ങൾ പല പ്രാവശ്യം നമ്മുടെ ക്ലാസ്സുകൾ വ്യൂ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഇനിയും അടുത്ത ദിവസം മുതൽ നമ്മുടെ 2nd ചാപ്റ്റർ ആയിരിക്കും
നമ്മൾ പോസ്റ്റ് ചെയ്യുക. എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.